നമ്മൾ ഒരു ഈ സ്നേഹം എന്ന് നിലനിൽക്കട്ടെ. സംശയം ചോദിച്ചു. സ്ത്രീകൾക്ക് അത് നല്ലൊരു ക്വസ്റ്റ്യനാണ്. ആത്മാവിന് സ്ത്രീ പുരുഷനില്ല, ശരീരത്തിൽ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. അപ്പം സെക്ഷൽ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ശരിക്കും സ്ത്രീകൾക്ക് ഈ പുരുഷന്മാരുടെ തുറന്ന് പറയുന്നുണ്ടെന്ന് തോന്നരുത്, പുരുഷന്മാർ അത്രയും ഒരു അഡിക്ഷൻ ഇല്ല. സ്ത്രീയെ കണ്ണ് തുറന്നു വെച്ചല്ല, കണ്ണടച്ച് സെക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അവർ ധ്യാനിക്കുകയാണ്. പുരുഷൻ തുണിയില്ലാതെ നിൽക്കുന്നുണ്ട്, സ്ത്രീക്ക് എന്ത് കൊടുക്കും, പോയി തുണി എടുത്ത് കൊടുക്കണമെന്ന് പറയും. പക്ഷെ ഒരു സ്ത്രീ തുണി ഇല്ലാതെ കാണാനാണ് പുരുഷൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തുറന്നു പറയണമെന്ന് തോന്നുന്നില്ല കേട്ടോ, കുറച്ച് സൈക്കോളജിയൊക്കെ ഇതിനകത്ത് വരും. നല്ലൊരു ക്വസ്റ്റ്യനാണ് ചോദിച്ചത്. അപ്പം ഒരു കമ്പയിൽ ഒരു ചുരിദാർ ചുറ്റി വെച്ചാലും പുരുഷന് കാമവികാരം വരും. അവൻ ആരാണെന്ന് നോക്കേണ്ട കാര്യമില്ല. സ്ത്രീക്ക് ഒരു പുരുഷന്റെ മനസ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്, അവന്റെ ക്യാരക്ടർ, അവന്റെ പെരുമാറ്റം. അത് വീണ് പോവാണ്. അവൻ സെക്സ് ഒരു സംഭവം അല്ല സ്ത്രീക്ക്. എന്നാൽ ഒരു പുരുഷൻ ഒരു സാധന ചെയ്ത് ഒരു സ്ത്രീയുടെ അത്ര എത്തണമെങ്കിൽ കുറെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നിങ്ങൾ അത്ര എത്താൻ. ഞങ്ങൾക്ക് ഒരു ഇതെല്ലാം പിടിച്ച് 4 സൈഡിൽ സ്റ്റേവെയറൊക്കെ ഇട്ട് കെട്ടി വെച്ചിട്ടൊക്കെയാണ് തന്ത്രത്തിന്റെ നിഗൂഢമായിട്ടുള്ള ഉപാസനാ മാർഗങ്ങളിൽ സ്ത്രീചക്രം വരച്ചിട്ട് അതിൽ സ്ത്രീയും പുരുഷനും സ്ത്രീയെ നഗ്നയാക്കിയിരുത്തി പൂജ കഴിച്ചു. പുരുഷൻ ഭൈരവനായിട്ട് സെക്ഷുവൽ ആയിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ അയാളുടെ ഉള്ളിലേക്ക് ശ്രദ്ധിക്കുകയും ഒക്കെ, അത് കവളത്തിൽ രഹസ്യ രീതിയിലുള്ള. അപ്പം ഞാൻ നിസ്സാചാരിയാണ് എങ്കിലും ഞാൻ പറഞ്ഞതാണ്. അപ്പം ഇതൊരു റിസർച്ചാണ് ശരിക്കും, അവനവൻ്റെ ഉള്ളിലേക്കുള്ള റിസർച്ചാണ് ശരിക്കും ശ്രീവിദ്യ, അല്ലെങ്കിൽ നമ്മൾ ഈ പഞ്ചകോശ ശുദ്ധി സാധനം എന്ന് പറയുന്ന സംഭവം. തുറന്ന് പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും ഞാൻ സൂചിപ്പിക്കുകയാണ്. അപ്പം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവിടെ ദേവി അമ്മയായിട്ടുള്ള ഭാവത്തിലേക്ക് സ്ത്രീ അങ്ങ് വരികയാണ്. അതുകൊണ്ടാണ് ചില സ്ഥലത്തൊക്കെ നമ്മൾ പൂജ കഴിക്കുമ്പോൾ സ്ത്രീകളും ദേവിയായിട്ട് അങ്ങ് എളുപ്പം തുള്ളും. പുരുഷൻ അത്രയും തുള്ളത്തില്ല, കാരണം ആ ദേവി ഭാവം അവളിൽ ഇൻബിൽറ്റ് ആയിട്ടുണ്ട്, അമ്മയുടെ ഭാവമുണ്ട്. അപ്പൊ ആ സ്നേഹം, അമ്മയുടെ സ്നേഹം അവിടെ വർക്കൗട്ടായി അതിലേക്ക് മാറും. ചൈൽഡ് എന്നുള്ളതിന് അമ്മ എന്നുള്ളതിലോട്ട് ഇതങ്ങ് മാറിക്കൊള്ളും വളരെ ഫാസ്റ്റായിട്ട്. അപ്പൊ അവർക്ക് ഇത്രയും ബുദ്ധിമുട്ട് വരുന്നില്ല. ഞാൻ പറയുന്നത് പിടികിട്ടുന്നുണ്ടോ? അപ്പൊ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭയങ്കര ബലമാണ്, ആത്മബലമാണ്. അപ്പം ഈ സ്വാധിഷ്ഠാനം സ്ത്രീക്ക് അത്ര ബുദ്ധിമുട്ടില്ലാതെ കിടക്കും. അവർക്ക് കിടക്കാൻ ബുദ്ധിമുട്ട് ഏത് ചക്രമാണ് അറിയാം? ഹാർട്ട് ചക്രമാണ്. ആ മക്കളോടുള്ള ഒരു അറ്റാച്ച്മെന്റ്, അത് എന്ത് പറഞ്ഞാലും അങ്ങോട്ട് പോത്തില്ല. മക്കള് 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 ഇത് ഹാർട്ട് ചക്രം ഭേദിക്കാൻ അവരൊക്കെ പാട്. പുരുഷനത് വലിയ പ്രശ്നമാണ്. ഇതിനകത്തൊക്കെ ഒരുപാട് ഇന്റേണൽ പ്രാണന്റെ ചലനങ്ങളിൽ ഡിഫറൻസ് ഉണ്ട്. കുണ്ടലിനി കാലക്കട വരുന്ന കുണ്ടലിനി മൂലാധാരത്തിലൊന്ന് ഇടിച്ചിട്ട് ഇറങ്ങി 3.5 ചുറ്റുള്ള പാമ്പ് എന്നൊക്കെ പറഞ്ഞതാണ്. ഇത് സെക്ഷൽ ഓർഗനിലൂടെ പുറത്തോട്ട് പോകും. കുണ്ടലിനി സുഷുമ്നയിലൂടെ വരുമ്പോൾ ഇത് ഒരു പോൺ വീഡിയോ കണ്ടാൽ പുരുഷന്റെ കുണ്ടലിന് റൈസ് ആയിട്ടുള്ള പുരുഷന്റെ സെക്ഷൽ ഓർഗൻ റൈസ് ചെയ്തിട്ട് അതങ്ങ് ഡൗൺ ആയിട്ട് ആ എനർജി കുത്തി പിടിച്ച് മേപ്പോട്ട് കയറി ഓരോ ചക്രങ്ങൾ വരിച്ച് ഇവിടെ വരും, ആ 4 ചക്രത്തിൽ വരും. അപ്പൊ സെക്ഷൽ എനർജിയുടെ ഭയങ്കര അതിന്റെ 1000 ഇരട്ടി സുഖമാണ്. അപ്പം ഇത് തന്നെ സ്ത്രീക്ക് വരും. സ്ത്രീക്ക് ഇത് കിടക്കുന്ന ബ്ലോക്ക് കിടക്കുന്ന ഹാർട്ടിലാണ്, പുരുഷന് കിടക്കുന്ന സ്വാധിഷ്ഠാനത്തിലാണ്. എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ട്. അപ്പൊ ഇതൊക്കെ മനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അതാണ് പതഞ്ജലി യോഗ ചിത്തവൃത്തി നിരോധന സിമ്പിളായിട്ട് പറഞ്ഞത്. ഈ മനസ്സിനെ തന്നെ നിരോധിക്കാൻ പറ്റിയ നാഗാസന്യാസികളോട്ട് വളരെ ഫാസ്റ്റായിട്ട് ഇത് കയറിപ്പൊക്കോളും. പക്ഷെ അത് അവരുടെ ആ പുണ്യപുരുഷന്മാരുടെ അത്രയും സാധാരണ ആളുകൾക്ക് എളുപ്പം എത്തിപ്പേരാൻ പറ്റത്തില്ല. അപ്പം പറ്റുമെങ്കിലോ നല്ലതാണ്. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഞാൻ കമ്പാരിസൺ എന്നല്ല പറയാം.